രാക്ഷസ പ്രണയം. രചന, അവതരണം അലങ്കൃത അഭിലാഷ്. ഹലോ ഹലോ ഹലോ, ഇതാരാ? ഹലോ, ആരാ മോളെ അത്? അറിയില്ലച്ചാ, ഏതോ റോങ് നമ്പരാ. നെഞ്ചിലൊരു കൊള്ളിമീൻ തറഞ്ഞതുപോലെ ഒന്നും മനസ്സിലാക്കാതെ ഒരു നിമിഷം അവൾ അങ്ങനെ നിന്നു. അല്പസമയത്തേക്ക് മനസ്സ് വീണ്ടെടുത്തവൾ നേരെ ഒരു ഓട്ടോയ്ക്ക് കൈ കാണിച്ചു. ഓട്ടോയിൽ കയറിയിരിക്കുമ്പോഴും അവളുടെ മനസ്സാകെ കുഴഞ്ഞു മറിയുകയായിരുന്നു. ഹൃദയത്തിൻ്റെ വേഗത പോലും കൈവിട്ടു പോകുന്ന അവസ്ഥ. എന്നാലും ആരാ അയാള്? എന്തിനാ എന്നോട് അങ്ങനെയൊക്കെ സംസാരിച്ച്? എൻ്റെ അച്ഛൻ്റെ സർജറി അതയാൾ എങ്ങനെ അറിഞ്ഞു? ആരും എന്നെ പിറകിലുള്ളത് പോലെ, ആരും എന്നെ പിന്തുടരുന്ന പോലെ. ദൈവമേ, എന്തൊക്കെ പരീക്ഷണങ്ങളാ എനിക്ക്. ഏറെ നേരത്തെ യാത്ര തിരക്കുള്ള റോഡുകളും കഴിഞ്ഞ് ഒരു ചെറിയ ഇടനാഴിയിലൂടെ ആ വണ്ടി ഒരു പഴയ വീടിന് മുന്നിൽ നിന്നു. ദേവനിയുടെ സ്വന്തം വീട്. വീടിന് മുന്നിലിറങ്ങി അവൾ ആ വീട്ടിലേക്ക് നോക്കി. എപ്പോൾ വേണമെങ്കിലും പടിയിറങ്ങേണ്ടി വരാവുന്ന താൻ ജനിച്ചു വളർന്ന വീട്. ചേച്ചി ചേച്ചി, ഓട്ടോക്കാരൻ വിളിച്ചപ്പോഴാണ് അവളൊരു ഞെട്ടലോടെ തിരിഞ്ഞു നോക്കിയത്. കാശ് തന്നാ ഞാനങ്ങ് പോകായിരുന്നു. എത്രയായി? 250. 250? 250 ഗുണം വരെ വരാൻ കൂടുതലല്ലേ? എന്താ ചേച്ചി പറയുന്നത്? ഇത്രയും ദൂരം വരെ 250 ആവും. ചേച്ചി അല്ലെങ്കിൽ വേറെ ആരോടെങ്കിലും കേട്ടു നോക്ക്. തൻ്റെ കാലിയായ ബാഗിലേക്ക് അവൾ ഉറ്റുനോക്കി. ആകെ ഉണ്ടായിരുന്ന 2 കഷ്ണം 100-ൻ്റെ നോട്ടും അല്പം ചില്ലറയും അവൾ അയാളെ ഏൽപ്പിച്ച് അച്ഛനെ ഓട്ടോയിൽ നിന്നിറക്കി വീട്ടിലേക്ക് കയറി. വീടൊക്കെ ഒരു പരുവായിരിക്കണം ഇല്ലേ കുട്ടിയെ? എത്ര ദിവസമായി ഈ മുറ്റൊക്കെ ഒന്ന് അടിച്ചു വാരിയിട്ട്. അതൊന്നും സാരില്ല ചാ, ഞാനല്ലേ ഇവിടെ ഉള്ളത്. എല്ലാം ഞാൻ നോക്കിക്കോളാം. അച്ഛനെ അത്ത് കയറി അല്പം കിടക്കാൻ നോക്ക്. ഞാൻ ഇച്ചിരി കഞ്ഞി ഉണ്ടാക്കി തരാം. അച്ഛന് വിശക്കുന്നില്ലേ? അച്ഛന് കഞ്ഞി ഉണ്ടാക്കി കൊടുക്കാം എന്ന് പറഞ്ഞതാണ്. എന്നാൽ ഒട്ടും പ്രതീക്ഷയില്ലായിരുന്നു അവൾക്ക്. അറ്റം പറ്റിക്കിടക്കുന്ന അരിക്കലത്തിൽ നിന്നും ഒരു പിടിയേരി അവൾ വടിച്ചെടുത്തു. കഴുകി അടുപ്പ് കൂട്ടി. തനിക്ക് കഴിക്കാനുണ്ടാകില്ലെങ്കിലും അച്ഛൻ്റെ വയറ് നിറയ്ക്കാൻ ഇത് മതിയാകുമെന്നതായിരുന്നു അവൾക്ക് ആകെ കൂടി ഉണ്ടായിരുന്ന ഒരു ആശ്വാസം. ദേഹമാസകലം മുഷിഞ്ഞു നാറിയ അവസ്ഥയിലായിരുന്നു. ഒന്ന് കുളിക്കാമെന്ന് കരുതി അവൾ പിന്നെ പോയത് നേരെ കുളിമുറിയിലേക്കായിരുന്നു. കിണറ്റുവെള്ളം കോരി ഒഴിക്കുമ്പോൾ മനസ്സും ശരീരവും ഒരുപോലെ തണുക്കുന്നതുപോലെ അവൾക്ക് തോന്നി. ദിവസങ്ങൾ ഇത്രയും കാത്തു സൂക്ഷിച്ചു വെച്ചിരുന്ന ആ നീറ്റൽ, ആ തണുത്ത വെള്ളത്തിൽ നീരായ അവളുടെ ദേഹം മേലെ ഒഴുകി. വെറുതെയെങ്കിലും എല്ലാം മറന്നുകൊണ്ട് അവൾ ആ കുളിമുറിയിൽ ഏറെ നേരം അങ്ങനെ നിന്നു. പെട്ടെന്നാണ് പുറത്തേ മുറിയിൽ നിന്നും ഒരു ഗ്ലാസ് വീണുടയുന്ന ശബ്ദം അവളുടെ ചെവിയിലേക്ക് എത്തിയത്. കട്ടിലിൽ കിടന്നൊരു കറുത്ത സാരിയും ചുറ്റി അച്ഛൻ കിടന്ന മുറിയിലേക്ക് അവൾ ഓടി. അച്ഛനോട് ഞാൻ പറഞ്ഞതല്ലേ ഞാൻ വന്നിട്ട് എണീപ്പിക്കാന്ന്. പിന്നെ എന്തിനാ തനി എണീക്കാൻ പോയേ? സാരമില്ല കുട്ടിയെ, എത്രയാന്ന് വെച്ചാ നിന്നെ ബുദ്ധിമുട്ടിക്കുന്നേ. ഞാനിച്ചിരി വെള്ളം. പെട്ടെന്നൊരു ഇടിനാദം പോലെ മേശപ്പുറത്തിരുന്ന അവളുടെ ഫോൺ റിങ് ചെയ്തു. മേശമേലിരുന്ന ഫോണിലേക്ക് അവളൊന്ന് കണ്ണിട്ട് നോക്കി. അതേ നമ്പർ, അതേ മനുഷ്യൻ. അവളുടെ നെഞ്ചിടിപ്പ് വീണ്ടും ഒന്ന് മുഴങ്ങി. അച്ഛനെ പെട്ടെന്ന് കസേരയിലേക്ക് ഇരുത്തിക്കൊണ്ട് അവൾ ആ ഫോൺ കയ്യിലെടുത്തു. അച്ഛനെ ശ്രദ്ധ കൊടുക്കാതെ പതിയെ അവൾ ഫോണും എടുത്ത് ഉമ്മറത്തേക്ക് ചെന്നു. എടോ എന്താണോ തനിക്ക് വേണ്ടത്? ഈ ദേവിയെ തനിക്ക് ശരിക്കും അറിയില്ല. ഇതുപോലെ പെമ്പിളെ തന്നെ ഒരുപാട് കണ്ടിട്ടുണ്ടാവും. പക്ഷെ എന്നെ ആ കൂട്ടത്തിൽ പെടുത്തണ്ട. തനിക്ക് മനസ്സിലായോടോ? ഇനി മേലെ എന്നെ വിളിച്ചാൽ. വേണ്ട ദേവിനി, എന്നോട് മത്സരിക്കാൻ നിൽക്കേണ്ട. നിന്നെ കൊണ്ട് അതിന് സാധിക്കില്ല. നീ എത്ര കിടന്നാൽ അറിയാലും നീ എന്നെ തേടി തന്നെ വരും. പെട്ടെന്ന് പുറത്തൊരു ജീപ്പിന്റെ ശബ്ദം കേട്ടു. അച്ഛൻ്റെ ചികിത്സയ്ക്കായുള്ള പണം കണ്ടെത്തിയിരുന്നത് ഈ വർക്കിയുടെ കയ്യിൽ നിന്നായിരുന്നു. ഏറെ നാളായിട്ടും ദേവിനിക്കോ അച്ഛനോ ആ പണം തിരികെ നൽകാൻ സാധിച്ചിട്ടില്ല.
ഇറങ്ങിയോടി. തന്റെ മോളും വീണ്ടാത്ത അടയിരിക്കുന്നു. ചേട്ടാ, ഒരു നിവൃത്തിയില്ലാണ്ടിരിക്കുക. എനിക്കൊരാഴ്ച കൂടി സമയം എന്താ? എങ്ങനെയെങ്കിലും പണം ശരിയാക്കി തരാം. ദൈവത്തെ ഓർത്ത് പ്രശ്നമൊന്നും ഉണ്ടാക്കരുത്. അച്ഛന് സുഖമില്ലാണ്ടിരിക്കുക. നിന്റെ അച്ഛന് വയ്യാതെ എനിക്കെന്താടി? നീ എവിടെന്ന് പണം ഉണ്ടാക്കി തരാൻ വേണ്ടി? അത് ഈ കളവനെ വെച്ചിട്ട് ഇടിപ്പിഴച്ചോളെ. നീ എൻ്റെ കൂടെ വാ. നിനക്ക് പണം ഉണ്ടാക്കുള്ള വഴി ഞാൻ പറഞ്ഞുതരാം. ദേവിനിയോടുള്ള അയാളുടെ ആഭാസം നിറഞ്ഞ വാക്കുകൾ അത് കേട്ടുവന്ന അച്ഛൻ്റെ ഹൃദയത്തെ പിടിച്ചുലച്ചു. എടാ ചെറ്റെ, വീട്ടിൽ കയറി ഒന്ന് അനാവശ്യം പറയുന്നോടാ. അതിന് അനാവശ്യമായിട്ടൊന്ന് പറഞ്ഞില്ലടാ പരട്ടക്കളവാ. ആവശ്യമുള്ളതല്ലേ പറഞ്ഞേ. അയ്യോ അച്ഛാ, അച്ഛൻ എന്തിനാ ഇപ്പൊ പുറത്തിറങ്ങി വന്നത്? അച്ഛൻ സംസാരിക്കണ്ട അച്ഛാ, ഞാൻ പറഞ്ഞോളാം അയാളോട്. നിന്റെ മോളെ ഒരാഴ്ചത്തേക്ക് എനിക്ക് തന്നേ. മുതലും പലിശയും ഞാൻ അതിലങ്ങ് വകയിരുത്തിക്കോളാം. എടാ, ഒന്ന് പോടാ പരട്ടക്കളവാ. കലി കയറിയ അയാൾ അച്ഛൻ്റെ നെഞ്ചിലേക്ക് ആഞ്ഞു തള്ളി. ദേവനിയുടെ അച്ഛൻ നിലത്തേക്ക് തെറിച്ചു വീണു. അയ്യോ അച്ഛ, അച്ഛ എനിക്കച്ഛ, അച്ഛ, 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 അച്ഛ.